നിങ്ങൾ ട്രെൻഡിങ്ങിനകത്ത് കണ്ടിട്ടുള്ള ഒരു റീലായിരിക്കും ഇത്. ഇത് നിങ്ങൾ കുറച്ച് മുന്നേ കണ്ട ഒരു റീലായിരിക്കും. സോ ഈ എഡിറ്റ് എന്തായാലും പി സിനകത്താണ് ചെയ്തത്. പക്ഷേ ഇതിനകത്തുള്ള 2 എഡിറ്റിംഗ് മെയിൻ വർക്ക്സുകൾ നമ്മൾ ഇന്ന് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ പോവുകയാണ്. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതിൽ ഒന്നാമത്തെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ഇതുപോലെ നിങ്ങൾ ബിൽഡിംഗ് ഗ്രോ ചെയ്യുന്ന ഒരു എഫക്റ്റ് നിങ്ങൾ കുറേ വീഡിയോസിനകത്ത് കണ്ടിട്ടുണ്ട്. സോ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ആദ്യം ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഞാനിവിടെ ആ ഒരു വീഡിയോനകത്തുള്ള ഒരു പോർഷൻ സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. അതിനുശേഷം സ്നാപ്സീഡ് നിങ്ങൾ ആൻഡ്രോയിഡിൽ മൈക്രോസിൽ അവൈലബിൾ ആണ്, ഫ്രീ ആണ്. സോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ആക്കുന്നിട്ട് ഈ ഒരു ഫോട്ടോ ആഡ് ചെയ്യുക. അതിനുശേഷം ടൂൾസിനകത്ത് പോയി ഹീലിംഗ് ടൂൾ വെച്ചിട്ട് നിങ്ങളിങ്ങനെ മാച്ച് കൊടുക്കാം. കുറച്ചുകൂടി നല്ല സൂം ചെയ്തിട്ടൊക്കെ മാച്ച് കൊടുത്താൽ കുറച്ചും കൂടി ഹീൽ ചെയ്ത് കിട്ടുന്നതാണ്. അങ്ങനെ ഏകദേശം ഇതുപോലെ ആക്കി എടുത്തിട്ട് നിങ്ങൾ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എക്സ്പോർട്ട് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ടൂള് ആപ്ലിക്കേഷനൊക്കെ അവൈലബിൾ ആണ് ആൻഡ്രോയിഡിലും ഐഒഎസിലും. സോ അതിലേതെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം മാനുവൽ ടൂൾ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് നിങ്ങൾ ഡണ്ണ് കൊടുക്കുക, എന്നിട്ട് സേവ് ചെയ്യുക. അതുപോലെ രണ്ടാമതായിട്ട് വീണ്ടും ആ ഫോട്ടോ ആഡ് ചെയ്താൽ ഇതുപോലെ കട്ട് ചെയ്യുക മാനുവൽ ടൂൾ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് കുറേയൊക്കെ സൂം ചെയ്തിട്ട് മാജിക് ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട ഭാഗം മാത്രമേ കട്ട് ചെയ്ത് തരും, മാഗ്നറ്റ് പോലെ യൂസ് ചെയ്തിട്ട്. സോ അങ്ങനെ അതും ഇതുപോലെ നിങ്ങൾ കട്ട് ചെയ്യുക, ഡണ്ണ് കൊടുക്കുക, സ്മൂത്തിങ് 1 കൊടുത്തിട്ട് ഡണ്ണ് സേവ് കൊടുക്കുക. അതുപോലെ മൂന്നാമതായിട്ടുള്ള ഭാഗവും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക മാനുവൽ ടൂൾ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് നിങ്ങൾ സേവ് ചെയ്യുക. ഇനി നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപ്കട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ക്യാപ്കട്ട് ഓപ്പൺ ആക്കുക. എന്നിട്ട് ആ ഒരു സ്നാപ്സീഡിൽ നിന്ന് ഹീൽ ചെയ്ത് ആ ഒരു ഫോട്ടോ ആഡ് ചെയ്യുക. ശേഷം ഓവർലൈനകത്ത് ആഡ് ഓവർലൈൻ ആക്കിയിട്ട് ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത ഫോട്ടോ ആഡ് ചെയ്യുക. എന്നിട്ട് ഓപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് ഡണ്ണ് കൊടുത്തിട്ട് ഓവർലൈനകത്ത് വീണ്ടും പോയിട്ട് ആ ഒരു എറേസ് ചെയ്ത ഓരോ ഫോട്ടോ എടുത്തിട്ട് കറക്റ്റ് പൊസിഷൻ ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒപ്പാസിറ്റി കുറച്ചിട്ട് കറക്റ്റ് പൊസിഷൻ ചെയ്തിട്ട് ഒപ്പാസിറ്റി കൂട്ടി കൊടുക്കുക, ഡണ്ണ് കൊടുക്കുക. അതങ്ങനെ 3 ഫോട്ടോയും അങ്ങനെ സെറ്റാക്കി വെക്കുക. അതിനുശേഷം ആ ഒരു 3 ലെയറായിട്ട് ഫോട്ടോ കാണാവുന്നതാണ്. അതിൽ ഒന്നാമത്തെ ലെയർ നമുക്ക് ആവശ്യമില്ല. എന്നിട്ട് രണ്ടാമത്തെ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് കീ ഫ്രെയിം ഞെക്കുക. എന്നിട്ട് കുറച്ചങ്ങോട്ട് നീക്കിയിട്ട് അവിടെയും കീ ഫ്രെയിം കൊടുക്കുക. അതിനുശേഷം ആ കീ ഫ്രെയിം കൊടുത്ത ഭാഗത്തുനിന്ന് മൂന്നാമത്തെ ലെയർ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ആ രണ്ടാമത്തെ ലെയറിൽ ഫസ്റ്റത്തെ ഭാഗം എടുത്തിട്ട് കുറച്ച് താഴോട്ടേക്ക് ഇങ്ങനെ നീക്കി കൊടുക്കുക. നീക്കി കൊടുത്തതിന് ശേഷം ലെയർ ക്ലിക്ക് ചെയ്തിട്ട് 1 ആക്കി കൊടുക്കുക. എന്നിട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഗ്രോ എഫക്റ്റ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെയും പ്ലേ ചെയ്തിട്ട് 2 കീ ഫ്രെയിം കൊടുക്കുന്നത്. ആദ്യത്തെ കീ ഫ്രെയിമിനകത്ത് നിങ്ങളിങ്ങനെ താത്തി കൊടുക്കുക. 2 ലെയറിലെയും ഇടയിൽ ഞെക്കിയിട്ട് മുകളിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഞെക്കിയിട്ട് ഈസ് ഔട്ട് ഞെക്കുക. അതുപോലെ രണ്ടാമത്തെ ലെയറും ക്ലിക്ക് ചെയ്ത് നടുവിൽ വെച്ചിട്ട് ഈസ് ഔട്ട് ഞെക്കുക. അപ്പോൾ ഇതിന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സ്മൂത്തായിട്ട് ഗ്രോ എഫക്റ്റ് കിട്ടുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ എഡിറ്റിംഗ് വർക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു എഫക്റ്റ് നമ്മൾ സെയിം ബാർ എഫക്റ്റ് എന്നൊക്കെ പറയും. ഔട്ട്ലൈനിൽ ഒരു ഗ്ലോ വരുന്ന എഫക്റ്റ് ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ അടുത്ത പറയാൻ പോകുന്നത്. സോ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് അലൈറ്റ് മോഷനാണ്. അലൈറ്റ് മോഷനകത്ത് വാട്ടർമാർക്ക് ഉണ്ട്, പക്ഷേ നമ്മൾ വാട്ടർമാർക്ക് ഇല്ലാതെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. സോ അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോനകത്ത് പറയാൻ പോകുന്നത്. ഇത് ചെയ്തതുപോലെ ആ ഒരു വീഡിയോയിലെ ഒരു ഭാഗം സ്ക്രീൻഷോട്ട് എടുത്തു എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ കറക്റ്റ് മാനുവൽ വെച്ചിട്ട് ഇങ്ങനെ മാച്ച് കൊടുക്കുക. മാച്ച് കൊടുത്തിട്ട് നിങ്ങളത് സേവ് ചെയ്യുക. അതിനുശേഷം അലൈറ്റ് മോഷൻ എടുക്കുക. എന്നിട്ട് +- ഞെക്കി ക്രിയേറ്റ് പ്രോജക്റ്റ് വെക്കുക. എന്നിട്ട് പ്രോജക്റ്റ് ടാബിനകത്ത് നിങ്ങൾ +- ഞെക്കിയിട്ട് മീഡിയയിൽ നിങ്ങൾ ആ ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. സോ നിങ്ങൾ ഫോട്ടോ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ കുറച്ച് താത്തി വെക്കുക. കാരണം നിങ്ങൾക്ക് അലൈറ്റ് മോഷൻ എന്ന് മുകളിലാണ് എഴുതി വെക്കുക. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് താത്തി അത് വേണ്ട സൈസാക്കി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ആ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇഫക്ട്സിനകത്ത് ആഡ് എഫക്റ്റ് നിൽക്കുക. എന്നിട്ട് അതിൽ സെർച്ച് ചെയ്യുക ഇലക്ട്രിക് എഡ്ജസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുന്നതാണ്. അത് ക്ലിക്ക് ചെയ്ത ഒരു ആഡ് കാണാൻ പറയും. നിങ്ങൾ വാച്ച് ആഡ് നിൽക്കുക. എന്നിട്ട് ആ ഒരു പരസ്യം കാണുക. എന്നിട്ട് സ്കിപ്പ് ചെയ്യുക. അതിനുള്ള ഓപ്ഷൻസൊക്കെ ഞാനിപ്പോൾ കാണിച്ചിരുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്യുക. അതിന് ആദ്യം കാണുന്ന കളർ ഞെക്കിയിട്ട് റെഡ് ഞെക്കുക. എന്നിട്ട് രണ്ടാമത്തെ കളർ യെല്ലോ ഞെക്കുക. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സ്ക്രീൻ കാണിച്ചിരുന്ന പോലെ കൊടുക്കുക. അതിന് ശേഷം സീഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ +- ഞെക്കുക. എന്നിട്ട് കുറച്ചങ്ങോട്ട് നീക്കി കൊടുത്തിട്ട് അവിടെയും +- ഞെക്കിയിട്ട് ആ സീഡ് ഫുൾ 5 ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ലെയർ ക്ലിക്ക് ചെയ്തിട്ട് മുകളിനകത്തുള്ള ഓപ്ഷൻ ഞെക്കി ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 2 ലെയർ വരും. അതിലും അടിയത്തെ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ലെയർ ലോങ് പ്രസ് ചെയ്തിട്ട് സൈഡിൽ എന്നിട്ട് മുകളിലോട്ട് നീക്കി കൊടുത്താൽ മുകളിലോട്ടേക്ക് ആകുന്നതാണ്. എന്നിട്ട് ആ ഒരു അടിയത്തെ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് ഇഫക്ട്സിനകത്ത് പോയിട്ട് ആ ഒരു എഫക്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയുക. അതിനുശേഷം മുകളിലത്തെ ലെയർ ക്ലിക്ക് ചെയ്ത് ഇഫക്ട്സിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് വൈപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റേഡിയൽ വൈപ്പ് യൂസ് ചെയ്യാം. റേഡിയൽ വൈപ്പ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യാം. ഫോക്കസ് ടാബിൽ സൈഡിൽ കീ ഫ്രെയിം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ചും കൂടി നീക്കിയിട്ട് അവിടെയും കീ ഫ്രെയിം ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു റെഡ് ഫുള്ളാകുന്ന രീതിയിൽ പ്രോഗ്രസ് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം താഴെ നിങ്ങൾക്ക് ഫെദർ കാണാം. ഫെദറും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സ്ക്രീൻ കാണുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്യുക. ശേഷം ടിക്ക് കൊടുക്കുക. നിങ്ങൾക്ക് പ്ലേ ചെയ്യുമ്പോൾ ഇതുപോലെ മുകളിൽ റൈറ്റ് സൈഡിൽ ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു വാട്ടർമാർക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ വാട്ടർമാർക്കോടെ എക്സ്പോർട്ട് ചെയ്യും. നിങ്ങൾ വീഡിയോ ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്നിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾ ഓവർലേ ആയിട്ട് ക്യാപ്കട്ടിനകത്തൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക്
ഒരു കട്ടൗട്ടിന് ഓപ്ഷൻ അത് ക്രോമാക്കി ഞെക്കിയിട്ട് ഒരു നീല കളറിന് അവിടെ കൊടുത്തിട്ട് നിങ്ങൾ ഇൻറ്റൻസിറ്റി വേണ്ട രീതിയിലാക്കിയിട്ട് ഷാഡോ ഇപ്പം സ്ക്രീനിൽ കൊടുത്ത പോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കട്ട് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് ആ 2 എഡിറ്റിംഗ് കാര്യങ്ങൾ. അപ്പോൾ ഇതല്ലാതെ നിങ്ങൾക്ക് വേറൊരു എഡിറ്റിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം കട്ടായിട്ട് അതിൻ്റെ കൂടി ഇങ്ങനെ പോകുന്നത്. സോ അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതാണ്. കാരണം ഇപ്പം തന്നെ കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ട്. സോ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പിറ്റേ ദിവസം ഇത് അപ്ലോഡ് ചെയ്തതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ കുറേ കൈൻഡ് കാണുന്നതാണെങ്കിൽ നിങ്ങൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ടാവും. സോ നിങ്ങൾ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ അടുത്തുള്ള വീഡിയോസ് ഇവിടെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.